ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ കുറേ നാളായ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് ഞാൻ ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം ഞാൻ കുറച്ചങ്ങ് ബിസി ആയിപ്പോയി. ലോങ് വീഡിയോ ചെയ്യുന്നത് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. ടേസ്റ്റി രസം എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, അതായത് ടൊമാറ്റോ രസമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും. ബാച്ചിലേഴ്സിനല്ല, ആർക്ക് വേണമെങ്കിലും ഹെൽപ്പ് ആവും. പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കേട്ടോ. അപ്പോൾ അതാ ഗൈസ്, നമുക്ക് വേണ്ടത് ടൊമാറ്റോ, പിന്നെ വെളുത്തുള്ളി ഒരു ഇത് ഫുള്ളെടുത്തോളൂ, പിന്നെ പച്ചമുളക്, ജീരകം, പിന്നെ വേണ്ടത് മല്ലിയില, പുളി, കരിവേപ്പില, പിന്നെ പച്ചമുളക് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് നമ്മൾ ഈ തക്കാളി രണ്ടായിട്ട് മുറിക്കുക, എന്നിട്ട് ഇത് വെള്ളം ഒഴിച്ച് വേഗം വെക്കണം. അപ്പോൾ അതാ എല്ലാം തക്കാളിയും വെട്ടിയെടുത്തിട്ടുണ്ട്, 2 ഭാഗം ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കട്ടെ, കുറേ വെള്ളം ഒഴിക്കരുത്. കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും അതും കൂടി ഇട്ടിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നേരത്തെ കാണിച്ച ജീരകം, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് അത് അരച്ചെടുക്കുക, ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക. ഇതിനൊപ്പം കുരുമുളക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്തോളൂ. എൻ്റെ അടുത്ത് അങ്ങനത്തെ കുരുമുളക് ഉണ്ടായിട്ടില്ല, പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇത് മാത്രം, ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളി വെന്ത് വന്നിട്ടുണ്ട് ആ സമയം കൊണ്ട്. അപ്പോൾ തക്കാളി എല്ലാം മാറ്റി വെക്കുക, സ്റ്റൗ ഓഫ് ചെയ്യുക, എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒന്ന് ആറാൻ വെക്കുക കേട്ടോ. ആറിയ ശേഷം തക്കാളിയുടെ തൊലി എല്ലാം കളഞ്ഞിട്ട് ഈ തക്കാളിയെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ച ശേഷം വേറൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വറുക്കുക കേട്ടോ. പിന്നെ നമ്മൾ മറ്റേ ക്രഷ് ചെയ്ത പച്ചമുളക്, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, ഈ 3 എണ്ണം എണ്ണയിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. അതിൻ്റെ പച്ചമണമെല്ലാം മാറണം. എന്നിട്ട് നമുക്ക് വേണ്ട പൊടികൾ, കായപ്പൊടി, പച്ചക്കായ ഉണ്ടെങ്കിൽ അത് ഇടാം കേട്ടോ. കായപ്പൊടി കുറച്ച് അധികം ഇട്ടോളൂ, കാരണം കായം രസത്തിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, ഇത് കുരുമുളക് പൊടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക് അങ്ങനെ മുഴുവൻ കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ അരയ്ക്കുന്ന ക്രഷ് ചെയ്യുന്ന ടൈമിൽ ഇട്ടോളൂ. അഥവാ പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ പൊടികൾ ഇടുന്നില്ലേ, അതിനൊപ്പം ഇട്ടാൽ മതി കേട്ടോ. സോ കുരുമുളക് കഴിഞ്ഞ ശേഷം ഞാൻ എടുത്തത് രസപ്പൊടി. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി രസപ്പൊടി, വെറും ഓപ്ഷണലാണ് രസപ്പൊടി ഇടുക. എന്നിട്ട് എല്ലാം ഒന്ന് മൂപ്പിക്കുക. എന്നിട്ട് അതെല്ലാം പച്ചമണം മാറിയ ശേഷം നമ്മൾ തക്കാളി വേവിച്ച വെള്ളം ഉണ്ടല്ലോ, സെയിം അതേ പാൻ എടുത്തിട്ട് ആ പാനിലേക്ക് തന്നെ തക്കാളി ചതച്ചതും പിന്നെ നമ്മൾ വറുത്തെടുത്ത പൊടിയും അതെല്ലാം ഈ കൂട്ടിലേക്ക് ഇടുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പുളി കുറച്ച് ഏറെ എടുത്തോളൂ, കുറേ നല്ലോണം കൂടണ്ട. പുളി രസത്തിന് ആവശ്യമാണ്, അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക കേട്ടോ പുളി. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് രസത്തിൻ്റെ മെയിനൊരു ഇതെന്താണെന്ന് വെച്ചാൽ നല്ലോണം തിളക്കാൻ പാടില്ല, ചെറിയൊരു തിള മാത്രം വന്നാൽ മതി കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക.
അപ്പോൾ അതാ എൻ്റെ രസം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ മല്ലിയില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം വാങ്ങി വെക്കുക. ഈ ടൈമിൽ നിങ്ങൾക്ക് വെല്ലം ചേർക്കുക കേട്ടോ. 1 സ്പൂണ് 2 സ്പൂണ് വെല്ലപ്പൊടി ഉണ്ടല്ലോ, വെല്ലം ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓൺ ആയിരുന്നില്ല. അത് ഇതിൽ മിസ്സായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആഡ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രസം റെഡി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇത് വലിയ പ്രോസസ്സാണ് തോന്നുന്നുണ്ടോ? അധികം വലിയ പ്രോസസ്സൊന്നും അല്ല കേട്ടോ. ഏതൊരു കാര്യവും നമ്മളിത് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ഈസി തന്നെ ആയിരിക്കും. ഇത് വളരെ ഒരു ഈസി രസമാണ്. വളരെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രസമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ചോറ് എടുക്കുമ്പോൾ നമ്മുടെ ഈ കുത്തരി ചോറിനൊന്നും അല്ല കേട്ടോ ഈ രസത്തിന് ടേസ്റ്റ് വരിക. പച്ചരിയില്ലേ, ഇപ്പോൾ ബസ്മതി റൈസായാലും കുഴപ്പമില്ല, ആ റൈസിലൊക്കെയാണ് ഈ രസം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഞാൻ രസം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന പച്ചരിയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.